ഈ ഒരു ചെറിയൊരു സ്പേസ് ആണോ ഞങ്ങൾക്ക് തരുന്നത് സ്റ്റാലിൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ തമിഴന്മാർ അവർക്ക് ബുദ്ധിയുണ്ടോ, നമ്മൾ മലയാളികൾ എന്ത് ബുദ്ധിയുള്ളവരാണ്, നമ്മൾ സുപ്പീരിയറാണ്, അങ്ങനത്തെ ഒരു ചിന്താഗതി വെച്ചിട്ട് എപ്പോഴും പറയണ്ട. അതാ ഗജേന്ദ്രൻ വരുന്നു, യാ എന്നൊക്കെ പറഞ്ഞ് ആനയുടെ മുന്നിൽ പോയിക്കും. ആന എന്താക്കും, ആന കാലേ വരെ രണ്ടടി അടിച്ച് ആന എൻ്റെ വഴിക്ക് പോകും. വിജയുടെ റാലിക്കിടയിൽ നടന്നിട്ടുള്ള സ്റ്റാമ്പീഡ് നിങ്ങളെല്ലാവരും ഇപ്പോൾ മീഡിയയിൽ കാണുന്നുണ്ടാവും. 39ഓളം പേരാണ് മരിച്ചിട്ടുള്ളത്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ വരെയുണ്ട്. ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ കാണുന്ന സമയത്ത്. ഇതിനെ സപ്പോർട്ട് ചെയ്തും എതിർത്തുകൊണ്ടും ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഡയറക്റ്റ് കൺക്ലൂഷനിലേക്ക് വരാൻ പറ്റില്ല. കാരണം അത് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ. സപ്പോർട്ട് ചെയ്ത് പറയുന്നത് എനിക്ക് ഭയങ്കര വിയേഡായിട്ട് തോന്നിയത് അദ്ദേഹത്തിന് ഡൈഹാർഡായിട്ടുള്ള കുറച്ച് ഫാൻസ് ഭയങ്കര ബ്ലൈൻഡായിട്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം തീരെ റെസ്പോൺസിബിൾ അല്ല അത്തരം കാര്യങ്ങളിൽ, അതിൽ മറ്റ് കാര്യങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തൊക്കെ ന്യായങ്ങൾ നിർത്തി കഴിഞ്ഞാലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു പരിപാടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹം റെസ്പോൺസിബിൾ ആണ്. ഈവൻ ആ സിറ്റുവേഷൻ കഴിഞ്ഞ് ഇപ്പോൾ 20 ലക്ഷത്തോളം അദ്ദേഹം മരിച്ച കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് സിറ്റുവേഷൻ്റെ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഏറ്റെടുക്കണം. കാരണം ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് അപ്പോൾ തന്നെ പുള്ളി നേരെ തിരിച്ച് പോവുക ചെയ്തു, ഒന്നും മിണ്ടിയില്ല. ആ വണ്ടിയുടെ മേലെ നിന്നിട്ട് തന്നെ പുള്ളി കുപ്പിയൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് പറയുന്നുണ്ട്, മറ്റേ ആംബുലൻസ് വരുന്ന സമയത്ത് ഇത് നമ്മക്കൊടി എന്നൊക്കെയാണ് പുള്ളി സിനിമ ഡയലോഗ് പറയുന്ന പോലെയാണ് പറയുന്നത്. അത് മേ ബി സിനിമയിൽ നിന്ന് വന്നതുകൊണ്ട് പുള്ളിക്ക് ആ ഒരു പൊളിറ്റിക്സിലുള്ള ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ടായിരിക്കും അങ്ങനെ ആ ഒരു രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവുക. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അത്രയും മണിക്കൂറുകളായിട്ട് ജനങ്ങളിങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും ഉണ്ടാവും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. 2 മണിക്കൂർ നിന്നാൽ തന്നെ നമുക്ക് തല ഇറങ്ങും. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഇത്രയും ചെറിയൊരു സ്പേസിൽ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം പുള്ളിക്ക് ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് കുറ്റക്കാരെന്ന് പറയുന്നുണ്ട്. അതിൽ പറയുന്ന റീസൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ആ വണ്ടി വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് റഷ് കൂടി, പിന്നെ പുള്ളിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. വെള്ളം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് വരും. സ്വാഭാവികം ചിലപ്പോൾ മനസാക്ഷൻ ലെവലിലേക്കും അദ്ദേഹം വെള്ളം കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. കാരണം ജനക്കൂട്ടങ്ങളൊക്കെ അവർ ആ സാധനത്തിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ അടുത്തേക്ക് വരുന്നുണ്ടാവും. ചിലപ്പോൾ വണ്ടി വരുന്ന സമയത്ത് പെട്ടെന്ന് അവർ മാറിയിട്ടുണ്ടാവും. ചിന്തിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ലായിരിക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ ഒരു ചെറിയൊരു സ്പേസ് ആണോ ഞങ്ങൾക്ക് തരുന്നത് സ്റ്റാലിൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ആണ് ഓപ്പോസിഷൻ പാർട്ടികളും മറ്റാളുകളും അദ്ദേഹത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ടൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാകും. അവരുടെ താല്പര്യങ്ങളായിരിക്കാം, ചിലപ്പം പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്തായാലും നമ്മളതിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നില്ല. കാരണം അത് അന്വേഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്, അവർ തീരുമാനിക്കട്ടെ. ഇതുപോലുള്ള ഒരുപാട് സിറ്റുവേഷൻ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2011 ശബരിമല ഇഷ്യൂ, അന്ന് ഏകദേശം 100ഓളം ആൾക്കാരാണ് മരിച്ചത്. ഇതേപോലെ തന്നെ സ്റ്റാമ്പീഡായിരുന്നു. റീസെൻ്റ് ആയിട്ടുള്ള കളമശ്ശേരി ഇഷ്യൂ, ഏകദേശം 4 പേരോളം മരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തും. അതേപോലെ തന്നെ ഇപ്പം 2015 നടന്നുള്ള ഹജ്ജിൻ്റെ അവിടെയും ഇതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 700 സംതിങ് ആൾക്കാരാണ് അന്ന് മരിച്ചത്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മേ ബി പൊളിറ്റിക്കലായിരിക്കാം, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് മേഖലയിലായിരിക്കാം പല സ്ഥലങ്ങളും ഇങ്ങനെ നടക്കുന്നുണ്ട്. ജനറലി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വരുന്ന കുറച്ച് കോമഡി കമൻസ് ഉണ്ട്. ജനറലി ആളുകൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെ. അതായത് തമിഴന്മാർ അവർക്ക് ബുദ്ധിയുണ്ടോ, നമ്മൾ മലയാളികൾ എന്ത് ബുദ്ധിയുള്ളവരാണ്, നമ്മൾ സുപ്പീരിയറാണ്, അങ്ങനത്തെ ഒരു ചിന്താഗതി വെച്ചിട്ട് എപ്പോഴും പറയണ്ട. ഈ അവർക്ക് ബുദ്ധിയില്ല, അവരെന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും പറയണ്ടാവും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വലിയൊരു ഉത്സവം നടക്കുന്നു. നമ്മളെന്താ ചെയ്യുക, ആ സിറ്റുവേഷനിൽ ചിലപ്പം ഒരു 1000 പേർക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ ഒരു 10,000 പേരേക്ക് നിൽക്കുന്നുണ്ടാവുക. നമുക്കിവിടെ ഫോണിൻ്റെ നെറ്റ്വർക്ക് കവറേജ് ഉണ്ടാവില്ല, ഒരാളെ വിളിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം പെട്ടെന്ന് ഒരു ആന വരുന്ന സമയത്ത് അതാ ഗജേന്ദ്രൻ വരുന്നു, യാ എന്നൊക്കെ പറഞ്ഞ് ആനയുടെ മുന്നിൽ പോയിക്കും. ആന എന്താക്കും, ആന കാലേ വരെ രണ്ടടി അടിച്ച് ആന എൻ്റെ വഴിക്ക് പോകും. ഒരു 100 മീറ്റർ 200 മീറ്റർ വിട്ട് നിൽക്കാനുള്ള സെൻസ് ആ സമയത്ത് നമുക്ക് വർക്കാവില്ല. അതേ സിറ്റുവേഷനിലാണ് നമ്മളീ പറയുന്നത്, ഇതാ കണ്ടോ അവന്മാർക്ക് ബുദ്ധിയില്ല, നമുക്കാണ് ബുദ്ധി എന്നൊക്കെ. അപ്പം ഇതിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മറ്റൊരു രീതിയിൽ ചിലപ്പോൾ ഇവിടെ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇനി നാളെ വീണ്ടും സംഭവിക്കാം. അപ്പം ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഇതങ്ങനെയാണ്, അവന്മാർക്ക് ബുദ്ധിയില്ല, അവന്മാരെന്താ മണ്ടന്മാരെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജനറലി ഇവാലുവേറ്റ് ചെയ്യാനുള്ള ബോധം നമുക്ക് ഉണ്ടാവാനാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത്. ഇതിലിപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ സ്വയം പഠിക്കുക, നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. കാരണം ഇന്നിപ്പോൾ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ സംഭവിച്ചു, നാളെ ഒരു DJ പാർട്ടി സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു ഉത്സവത്തിനോ ഒരു പള്ളി പെരുന്നാളിനോ എവിടെ വേണേൽ ഇത് നടക്കാം. കാരണം ഒരുപാട് ആളുകൾ ഗ്യാദർ ചെയ്യുന്ന ഏതൊരു സിറ്റുവേഷനിലും ഇതൊക്കെ സംഭവിക്കാം. ആ സമയത്ത് പ്രിപ്പയർ ആവുക, എങ്ങനെ മാനസികമായിട്ട് നമ്മൾ തയ്യാറെടുക്കാം, എങ്ങനെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ളതാണ് നമ്മൾ അൾട്ടിമേറ്റായിട്ട് ചെയ്യേണ്ടത്. ഇതെങ്ങനെ ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾ കുറച്ചുകൂടി ഒന്ന് അവെയർ ആവുക. കാരണം ഒരുപാട് തരത്തിലുള്ള ആളുകൾ വരുന്നതായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡികളൊക്കെ വന്നു എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ കൊടുക്കുക, ആളുകൾക്ക് വെള്ളം കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കുക, ഇതൊന്നും ഇല്ലാണ്ടായിരിക്കും പല സമയത്തും നിങ്ങളുടെ പരിപാടി നടക്കുക. അപ്പോൾ അത് ഇനി ഇങ്ങനെ സിറ്റുവേഷൻ പെട്ടുപോയി കഴിഞ്ഞാലും നമ്മുടെ തടി നമ്മളെ നോക്കാനുള്ളൂ. അൾട്ടിമേറ്റ്ലി നമ്മളത് സംരക്ഷിക്കുക. ഇത്രേ പറയാനുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ